നമ്മളൊരു കാര്യം പറയാം. ഉമ്മക്ക് തുന്നപ്പീടി അങ്ങ് നിർത്താം. ബസീറില്ലാതെ എന്ത് തുന്നപ്പീടിയ? അമീറ ഇപ്പം ആശയെ പോകുന്നുണ്ടല്ലോ, അത് നടക്കട്ടെ. വീട്ടിലിരുന്നിട്ടൊരു മുസിപ്പും വേണ്ട. ഏത് ഒരു6 മാസം അങ്ങോട്ട് കഴിഞ്ഞിട്ടേ കുടുംബം നല്ലോണം നോക്കാൻ കഴിവുള്ള ഒരു പിയാപ്പിളിനെ കണ്ടെത്തി നമുക്ക് ആമീറിനെ അങ്ങോട്ട് നിക്കാഹ് ചെയ്ത് കൊടുക്കാം. ദേ അതന്നെയാ നല്ലത്. ബഷീർക്കാന്റെ പരം കളിച്ചിട്ടും ചിരിച്ചിട്ടും കൊതി തീർന്നിട്ടില്ല ആ കുഞ്ഞിക്ക്. ഈ ഇന്ന് പോവാതെ നാളെ പോവാ? രാത്രി പോകും. 7 ദിവസമായില്ലേ വീടും കൂടി വിട്ടു വന്നിട്ട്. ആട് പോലും ഒക്കെ കിടക്കല്ലേ. മോളെ, അവിടെ കൂട്ടം കൂടി ഇരിക്കണവർക്കൊന്നും എൻ്റെ വാപ്പിൻ്റെ ഉള്ളറിയൂല. അതറിയണത് നമുക്ക് 2 പേർക്കും മാത്രമാണ്. അതൊന്നും ഓരെ പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റൂല. എൻ്റെ മോളുടെ തീരുമാനം തല ഉയർത്തി നിന്നിട്ട് ഓളോരോട് പറയണം, എൻ്റെ വാപ്പിക്ക് വേണ്ടി. ഞാൻ എന്താ ഉമ്മ പറയാ? ഒരു സാധാ തയ്യൽക്കാരനായിട്ടല്ല എൻ്റെ വാപ്പിനെ ഈ നാടറിയേണ്ടത്. ആ മനുഷ്യൻ്റെ കിനാവുകളും കഴിവുകളും ഇതിനെ ആ മുഴുവൻ കാണിക്കേണ്ടത് മോളാണ്. ഉമ്മ, ഇതൊന്നും വാപ്പിയില്ലാതെ ഞാൻ എങ്ങനെ? എന്നെ എല്ലാത്തിനും കൂടെ കൂട്ടിയതും കൊണ്ടു നടന്നതും കാര്യങ്ങൾ പറഞ്ഞു തന്നതും എല്ലാവരെയും പരിചയപ്പെടുത്തിയതും ഒക്കെ ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടാവുമ്പോളെ നമ്മളൊക്കെ ചിന്തിക്കണേൻ്റെ അപ്പുറത്താണ് എൻ്റെ വാപ്പിൻ്റെ കണക്കുകൂട്ടലുകൾ. എൻ്റെ വാപ്പി മുന്നോട്ടുള്ള കാഴ്ചകൾ കണ്ടില്ലായിരുന്നെങ്കിൽ ഈ പെട്ടി നിറയെ ഡിസൈനുകൾ മോൾക്കായി കരുതി വെക്കൂല. എനിക്ക് ഇനിയും പേടിയാണെങ്കിൽ ഞാൻ നിർബന്ധിക്കണില്ല. പക്ഷെ ഞാൻ ഇറങ്ങും എൻ്റെ ബഷീർക്കയ്ക്ക് വേണ്ടി. എന്നോട് പറഞ്ഞതിലും 100 മടങ്ങ് ആഗ്രഹങ്ങൾ കൂടെ കിടന്ന് മനുഷ്യൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഉമ്മ, വാപ്പിയുടെ സന്തോഷമാണ് ഉമ്മ എൻ്റെ സന്തോഷം. നിക്കാഹ് കഴിക്കണതിൻ്റെ മുന്നേ എനിക്കെൻ്റെ വാപ്പി ഏൽപ്പിച്ച കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അത് കഴിഞ്ഞ് മതി എന്തു. എൻ്റെ തീരുമാനം അങ്ങനെ ആണെങ്കിൽ അങ്ങനെ തന്നെ അല്ലേ?